വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത മുസ്ലിം ലീഗും സമസ്തയും സുപ്രീം കോടതിയിൽ ഹർജി നൽകും. രാജ്യത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരെ വെച്ച് വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്നലെയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അത് നിയമമായി മാറിയത്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, നേരത്തെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ, നിയമമാക്കിയതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യം മുസ്ലിം ലീഗ് അറിയിച്ചിരുന്നു. മറ്റ് ഇന്ത്യ സഖ്യ പാർട്ടികളും ഒക്കെ അറിയിച്ചിരുന്നു. ഇനി ഏതു തരത്തിലുള്ള പോരാട്ടത്തിലേക്കാണ് ലീഗ് നീങ്ങുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ഡൽഹിയിലെത്തും. അതിനുശേഷം അദ്ദേഹം നാളെ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. ഒരു സുപ്രീം കോടതിയിൽ ഇതൊരു കേസുമായി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്, എങ്ങനെ മുന്നോട്ട് പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച നടക്കുക. അതിനുശേഷം ഹർജി സമർപ്പിക്കും. ലീഗ് മാത്രമല്ല, സമസ്ത ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. മജ്ലിസ് പാർട്ടി നേരത്തെ തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ആണ് ആദ്യം ഹർജി നൽകിയ രാഷ്ട്രീയ പാർട്ടി. DMK ഇനി ഹർജി നൽകാൻ പോകുന്നു. ഇങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു നിന്നും എല്ലാം ഉള്ള വലിയൊരു നിയമ പോരാട്ടത്തിനുള്ള വഴി തുറക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നേരത്തെ CAA ഒപ്പം തന്നെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി, ഇതെല്ലാം സുപ്രീം കോടതി നിൽക്കുകയാണ് വർഷങ്ങളായി. ഈ ഹർജിക്കും സമാന ഗതിയാവുമോ ഉണ്ടാവുക എന്ന ചോദ്യമാണ് നിയമ പോരാട്ടം ആരംഭിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ളത്. വിവരങ്ങൾ നൽകിയ